ബീച്ച് ലെഫ്റ്റ്. ദൈവമേ, പോലീസുകാർ നിൽക്കുന്നു. എൻ്റെ അമ്മച്ചി അങ്ങോട്ട് നോക്കി. ഇത് മൊത്തം കാടാന്ന് തോന്നുന്നു കേട്ടോ. കാട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. വള്ളിച്ചിരി വിട്ടോണ്ട് ട്രക്ക് ചെയ്യാണ് ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ബീച്ച്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് സ്കോപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഗോവയിലാണുള്ളത്, നമ്മുടെ റൂമിലാണുള്ളത്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഇങ്ങനെ ഓരോ കോട്ടേജ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ റൂം. ഇതിലൊരു 6 ബെഡ് ഡോർമിറ്ററിയാണ്. ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ബാറും എല്ലാം കൂടെ. ഒരു മിനിറ്റ്, ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് കൊടുത്തോട്ടെ. Can I keep this here? Can I keep this? Oh yeah. Okay, I'll be back. Just keeping your bag over here. However, Yeah, for me. take responsibility for other guests' luggage. Since we're keeping it over here, so there's a camera over here. It's okay. It will be safe. സോ നമ്മുടെ ലാപ്ടോപ്പ് അവിടെ കൊടുത്ത്, കാരണം റൂം ഡോർമെറ്ററി ഷെയർഡ് അല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് പുറത്തോട്ടുള്ള വഴി. ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. നൈസ് പ്രോപ്പർട്ടിയാണ്. ഞാനിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. പെട്രോൾ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ തീർന്നേ? അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് പോകുന്നത്. ബട്ടർഫ്ലൈ ബീച്ചും അതുപോലെ തന്നെ പാലോലം ബീച്ചും സൗത്ത് ഗോവയിലെ മെയിൻ ബീച്ചുകളാണ്. ഇതാണ് സൗത്ത് ഗോവ. ഞാനിതുവരെ സൗത്ത് ഗോവ വന്നിട്ടില്ല, ഇതുവഴി പോയിട്ടേ ഉള്ളൂ. ഇതിവിടെ മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടെ പെട്രോൾ കണ്ടോ? വഴി സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ടേബിളിൽ പെട്രോൾ കൊണ്ടിരിക്കുന്നുണ്ട്. കുപ്പിക്കകത്ത് കിട്ടും, വേണമെങ്കിൽ മേടിച്ച് ഒഴിച്ചാൽ മതി. പമ്പിനേക്കാളും 10 രൂപ എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം എവിടെയാണ് ബീച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. മാപ്പ് ഇടണമെങ്കിൽ ഫോൺ ബാഗിനകത്ത്, അത് എടുക്കാൻ എനിക്ക് മടിയാണ്. ടാങ്ക് ബാഗും എടുത്തില്ല. ലെറ്റ്സ് സീ. ഇതാണ് ഗോവ. ഏകദേശം നമ്മുടെ നാട് പോലൊക്കെ തന്നെ ഇരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. തെങ്ങും മരങ്ങളും. നമ്മൾ ഇന്നലെ ഇതിലെയാണ് ഇങ്ങോട്ട് വന്നത്, മെയിൻ റോഡിൽ നിന്ന് കട്ടെടുത്തിട്ട്. സോ ഒരു വളവിൻ്റെ അവിടെ നിന്ന് നേരെയാണ് ബീച്ച് കാണിക്കുന്നത്. എനിവേ, അവിടെ ബിയർ ഓഫർ 99 ഓൺലി. കൊള്ളാമല്ലോ. ആൾക്കാർ ഫുഡ് കഴിച്ചാലോ? വേണ്ട, ഭയങ്കര എക്സ്പെൻസീവ് ആവും. ചെറിയ കടവെല്ലാം ഉണ്ടെന്ന് നോക്കാം. എന്നൊരു ഫുഡ് കഴിക്കണം. ഈ വളവിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞത്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം, അതാണ് അത്യാവശ്യം. എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. ഇവിടെ ഒരു ധാബാണ്, അവിടെ കയറി കഴിച്ചാലോ? മേബി അവിടെ ഫിഷ് താലിയാണ്. എനിക്ക് താലി ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ താലി നല്ല ടേസ്റ്റാണ്, നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട്. ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല, കാരണം മൊത്തം ഈച്ച അവിടെ. എങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കുക അവിടെ? തെങ്ങിനൊരു പഞ്ഞമില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ കരിക്ക് ഉണ്ട്, കരിക്ക് കച്ചവടമുണ്ട് ഇവിടെ. ഇതെന്തോ ആകാശ ഗോവ റിസോർട്ടാണെന്ന് എന്താണെന്ന് തോന്നുന്നു. കഫേയോ റിസോർട്ടോ അങ്ങനെ എന്താണ്. ബീച്ച് എങ്ങോട്ടാ? മേ ബി നേരെ ആയിരിക്കും, എന്നാലും മാപ്പ് നോക്കരുത്.
ഒരു പ്രാവശ്യം ഞങ്ങൾ ഗോവയിൽ കറങ്ങാൻ വന്നപ്പോൾ ഇതുപോലെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് നോക്കി ഓദിച്ച് ഇന്ന നിപ്പി 19,500 രൂപ ആവുന്ന സമയത്ത് ഏതാണ്ട് 2012 13 അങ്ങനെ കണ്ട് എന്തായാലും അത്രയും പൈസ പോയി കിട്ടി. സോ അത് കഴിഞ്ഞ് പിന്നെ പേടിയാണ്. ഒരു കണക്കിന് ഈ ചെക്കിങ് ഒക്കെ ഉള്ളത് നല്ലതാണ്. ആൾക്കാർക്കൊരു പേടിയാവും. ഈ ഡ്രസ്സും ജ്വല്ലറിയൊക്കെ ഇഷ്ടം പോലെ കടയുണ്ട് ഇവിടെ. പ്രത്യേകം മെയിനായിട്ട് ഈ ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. भैया बीच कहाँ पे? बीच लेफ्ट राइट. ആൾക്കാരെ പിടിച്ചു കയറ്റുന്നുണ്ടോ? ബൈക്ക് വെക്കാനൊരു സ്ഥലം നോക്കണമല്ലോ. പേൻ പാർക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. भाई जीप है क्या? जीप है? अरे यार कैश नहीं है. ATM है क्या कोई? जीपे नहीं है? होगा? अभी देना है. അപ്പോൾ ഇതാണ് പാലോലം ബീച്ച്. ഹെൽമെറ്റ് ഇരുന്നോട്ടെ. ഗോപ്രോ എടുത്തോണ്ട് ഓടുണ്ടല്ലോ. പിന്നെ ഇവിടെ വെക്കുന്നത് സേഫ് അല്ല. ഇവിടെ പോയി ഒന്ന് കഴിക്കണമല്ലോ. എവിടെ പോയി കഴിക്കുന്നത്? പാലോലം ബീച്ച് നമുക്ക് വൈകുന്നേരം വരാം. അവിടെ നിന്ന് നടന്ന് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ പോകാനുണ്ട്. സോ നല്ല വെയിലാണ്, അങ്ങോട്ട് അടുക്കാൻ വയ്യ. വിൽ ഗോ ഇൻ ദ ഈവനിങ്. ഓക്കെ. നല്ല ഫിഷ് താലി കിട്ടുന്ന റെസ്റ്റോറൻ്റ് അവിടെ ഉള്ളത്. സഹോ നോക്കി പിള്ളേരുണ്ടോ? കള്ളുകടയ്ക്ക് വല്ല പഞ്ഞുണ്ടെന്ന് നോക്കി. നിങ്ങൾക്ക് ഏത് കള്ള വേണമെന്ന് പറഞ്ഞാൽ മതി. കള്ള് വേണമെന്നല്ല, ഏത് കള്ള വേണ്ട, അതാണ് പ്രധാനം. കാരണം ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല. കഴിച്ചിട്ട് പോവും. ഗോവൻ ഫിഷ് താലി ഉണ്ടോ? ഈ ഒരു ഫിഷിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു താലി ഓർഡർ ചെയ്തത്. നല്ല സൂപ്പർ സാധനമാണ്. റവയ്ക്കകത്ത് ഫിഷ്, മറ്റേ റവയ്ക്കകത്ത് ഫ്രൈ ചെയ്യുന്ന ഫിഷാണ്. ഞാൻ ഇവിടെ നിന്നാണ് കഴിച്ചത്. മെയിനായിട്ട് ആ ഒരു റവ ഒക്കെ അകത്ത് മുക്കി ഫ്രൈ ചെയ്ത് ആ ഒരു ഫിഷിന് വേണ്ടിയിട്ടാണ് താലി കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല രസമാണ് കഴിക്കാൻ. പാലോലം ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നാളെ നോർത്ത് ഗോവ പോകാം. നോർത്ത് ഗോവയിൽ നിന്ന് നമുക്ക് പിന്നെ ബാക്കി സ്ഥലത്തോട്ട് പോകാം. ഉണ്ട് കാളയ്ക്ക് ഓണടിക്കുന്ന അറിയാം കേട്ടോ. ഓണടിക്കുമ്പോൾ അത് മാറി കൊടുക്കുന്നുണ്ട്. അതവിടെ തിന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കാറുകാരൻ വന്ന് ഓണടിച്ചപ്പോഴത്തേനും അത് അതിൻ്റെ ബാക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തു. ഗോവയിൽ വന്നിട്ട് ഇമ്മ ആവശ്യമില്ലാതെ അർമാദിക്കായിരുന്നു. ആവശ്യമില്ലാതെ പിറപ്പ് കാണിക്കായിരുന്നു. അത് വേറൊരു പ്രശ്നമില്ല. നമ്മൾ വരുന്നത്, നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നമ്മൾ തിരിച്ചു പോകുന്നു, അത്രയും മതി. ഒത്തിരി ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർ പിടിച്ചിടിക്കും. പിന്നെ ആ ഇടിയും കൊണ്ടുകൊണ്ട് വീട്ടിൽ കരഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നാൽ എൻജോയ് ചെയ്യുക, അത്ര ഇത് കണ്ടത് നല്ല കഫയാണ്.
നമ്മുടെ ലക്ഷ്യം ബട്ടർഫ്ലൈ ബീച്ചാണ്. ഞാനത് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ് അവിടെ പോകണമെന്ന്. സോ നമുക്കവിടെ പോയി നിങ്ങളെ കൂടെ കാണിച്ചു തരാം. പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു. നമ്മൾ ആ റൂമിൻ്റെ അവിടെ നിന്ന് റൈറ്റ് പോയാൽ മതിയായിരുന്നു ബട്ടർഫ്ലൈ ബീച്ചിന്. ഇവിടെ വരുമ്പോഴല്ലേ അറിയുന്നത്. അന്നേരം മാപ്പ് നോക്കിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം അതൊക്കെ കറങ്ങി നടന്ന് വെയിലൊക്കെ ഒന്ന് ആറുവാണെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കരിഞ്ഞു പോകും നമ്മൾ. സൗത്തിൽ ഇത്രയും കൺജസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നോർത്തിലെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് ആൾക്കാരായിരിക്കും സൗത്തിൽ ഇത്രയുണ്ട്. നോർത്തിൽ ബാഗ ബീച്ച്, കാലങ്കോട്ട് ബീച്ച്, അങ്ങോട്ടിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം ആൾക്കാരുടെ ഇടി. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ബീച്ചൊന്നും, മൊത്തം ആൾക്കാരാണ്. ലോക്കൽസ്, അതായത് നമ്മുടെ ഇന്ത്യൻസാണ്. അത് കാരണം എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സ് കൂടുതൽ ഇങ്ങോട്ടാണ് വരുന്നത് തോന്നുന്നു. ഇങ്ങോട്ട് അതുപോലെ തന്നെ ആറന്മുള ബീച്ച്, വടക്കോട്ട് കാമാൻ കോയറ്റായിട്ടുള്ള ബീച്ചാണ്. കാലങ്കോട്ടിലൊന്നും ഒരു ഫോറിനേഴ്സ് ഇല്ല. കാരണം ഇന്ത്യക്കാരടക്കി വാഴുകയാണ് അവിടെ. ഇത്രയും കൺജസ്റ്റ് ആയിട്ടുള്ളത് ആരെങ്കിലും വരുമോ? കാരണം ഇവർ വെക്കേഷന് വേണ്ടി ഇത്രയും പൈസ കൊടുത്ത് തരുന്നതല്ലേ. എല്ലാവർക്കും എൻജോയ് ചെയ്യണം, ഇത്രയും വിചാരിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. ഇന്ന് 6 മണിക്കാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 6 മണിക്കത്തെ സമയം വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടേ. സോ റൂം എടുത്തേ പറ്റൂ. ടെൻ്റ് അടിയൊന്നും നടക്കത്തില്ല. ഈ ടെൻ്റ് തിരിച്ച് 4 അയച്ചു കൊടുക്കുക. ടെൻ്റ് അടിച്ചൊന്നും താമസം നടക്കുമെന്ന് തോന്നില്ല. കാരണം മെയിൻ പ്രശ്നം ചാർജിങ്ങിൻ്റെയാണ്. അതിനൊരു മാർഗം കണ്ടെത്തുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവമേ, പോലീസുകാർ നിൽക്കുന്നു. നമ്മളിങ്ങോട്ട് മണ്ണ് ഈ ഒരു റൈറ്റ് കണ്ടില്ലായിരുന്നു, മുഴുവൻ പൊടിയാണ്. അതിലേ വേണം പോകാൻ. എൻ്റെ ദൈവമേ, ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും പോയാൽ തീർന്നെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അമ്മച്ചി അങ്ങോട്ട് നോക്കി. ഷേറ്റ്, ആദ്യത്തെ മണ്ണ് തെറിച്ച് കാലയിൽ. ഇവിടുത്തെ മരങ്ങളുടെ കളറ് നോക്കിയേ. മണ്ണടിച്ചിട്ട് പൊടി അടിച്ചിട്ട് ചുവന്നു പോയി. സമയമേ നീ ഒഴുകി നീങ്ങാനതൊരു മുമ്പേ ഏതോ വണ്ടി പോയിട്ടുണ്ട്. നല്ല പൊടി പറക്കുന്നുണ്ടോ? അയ്യോ, ഈ പൊടി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അന്യായ പൊടി. ഇങ്ങോട്ട് നോക്കി പറക്കുന്നതാണ്ടോ? ഓ, കാറാ പോയത്. വണ്ടി മുഴുവൻ നാശമാവും. ഓ, അത് ഫുള്ള് നാശം. ആ കാറുകാരൻ പോയപ്പോൾ ആ പൊടി മുഴുവൻ പറപ്പിച്ച്. ഇത് മൊത്തം കാടാന്ന് തോന്നുന്നു കേട്ടോ. കാട് ഇവിടെയുള്ള വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചു. ഈ പൊടി മുഴുവൻ അടിച്ചിട്ട് അവിടെ വീടുമുണ്ട്. ജീപ്പേക്കാ ബൈക്ക് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല കാറ് അല്ലായിരുന്നെങ്കിൽ അവിടെ ഇട്ടിട്ട് ഇത്രയും ദൂരം നടക്കേണ്ട വന്നേനെ. 2.5 കിലോമീറ്റർ ട്രെക്കിംഗ് ആണ്. ബസ് പൊടി, എൻ്റെ അമ്മച്ചി ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ. ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവർ ഈ ടിക്കറ്റ് വെച്ച് എത്ര രൂപ മേടിക്കുന്നുണ്ടാവും? ഒരു അഡ്വഞ്ചർ ബൈക്ക് ഉണ്ടായ ഒരു രസമാണ്. പറപ്പിക്കുക അതിനകത്തൂടെ രസമായിരിക്കും ഓടിക്കാൻ. ഒരു അഡ്വഞ്ചർ റൈഡും ആവും. ഇതിന് ഇത്രയും ദൂരം ഈ കാറുള്ളവർ നടന്നാണ് വരുന്നത്. അടപ്പുള്ള പോലെ ഈ പൊടിക്കകത്തൂടെ. എൻ്റെ അമ്മ, ശരിക്കും അവിടെ പോകണമെങ്കിൽ ഈ ഒരു മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ ബോട്ട് വഴി പോകാൻ പറ്റും. പാലാലം ബീച്ചിൽ ചെന്നിട്ട്
പാലാരം ബീച്ചിൽ ചെന്നിട്ട് അവിടുന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബീച്ചിൽ ചെല്ലാം, ബട്ടർഫ്ലൈ ബീച്ചിൽ. ഇത്രയും പൊടിയുടെ പ്രശ്നമല്ല, അങ്ങോട്ട് ഇത്രയും കറങ്ങേണ്ട പ്രശ്നം വരത്തില്ല. നേരെ അങ്ങോട്ട് ചെന്നാൽ മതി. പോയിട്ട് കയാക്കിങ് ഒന്ന് നോക്കാം. ദൈവമേ, ഇത്രയും ദൂരമാണ് ഇവർ നടക്കുന്നത്. എൻ്റെ നല്ല ദൂരമുണ്ട്, 2.5 കിലോമീറ്റർ. ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. ജീപ്പിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കും. അവിടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ടല്ലായിരുന്നു. കാറിൽ വരുന്നവരെ ജീപ്പിൽ കൊണ്ടാക്കും. ഇതിലെ കാറ് വരില്ല, പിന്നെ പിന്നെ അങ്ങോട്ട് 2 വേ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എൻ്റെ കാലിൻ്റെ വരവും കണ്ടോ. ഇതുപോലെ തന്നെയാ മറ്റേ സൺബേണിന് പോകുമ്പോൾ ശരീരം മുഴുവൻ ട്രെക്കിംഗ് ആണ് ഗൈസ്. ട്രെക്കിംഗ് വാളിച്ചിരി വിട്ടോണ്ട് ട്രെക്കിംഗ് ആണ് ഗൈസ്. ബട്ടർഫ്ലൈ ബീച്ചിൽ പോകാൻ ഇനി ഇവിടെ നിന്ന് തന്നെ ദൂരം ഉണ്ടാവോ? ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ബീച്ച്. നമ്മൾ ജസ്റ്റ് ആ കാടിനകത്തോടെ ആ 2 ചെരുവുണ്ട്, കുന്നിൻ ചെരുവ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നേരെ ഈ ബീച്ചിലേക്കാണ് വരുന്നത്. ശരിക്കും ഒരു നല്ല അടിപൊളി പ്രൈവറ്റ് ബീച്ചാണിത്. ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ടാണ് അവർ ടിക്കറ്റ് വെച്ചിട്ട് കയറ്റുന്നത്. ആ 2 മലയില്ല, 2 കുന്നിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നേരെ ഡയറക്റ്റ് ഈ ബീച്ചിലേക്കാണ് വരുന്നത്. നമുക്കിപ്പം ലാൻഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആക്സസ് മാത്രമേ ഈ ഒരു ബീച്ചിലേക്കുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് നമുക്ക് ഒന്നുകിൽ പാലാരം ബീച്ചിൽ നിന്ന് ബോട്ട് എടുത്തിട്ട് വരണം. ബോട്ട് എടുത്തിട്ട് ഈ ഒരു കടലിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചിലേക്ക് കയറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ആകെ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ ലാൻഡിൽ കൂടെയുള്ള ആക്സസ് നമ്മൾ വന്ന വഴിയാണ്. അപ്പം അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ, മറ്റേ ടിക്കറ്റ് വെച്ച് കയറ്റുന്നതുകൊണ്ട് തന്നെ അധികം ഡേർട്ടി അല്ല, അധികം കച്ചടയൊന്നുമില്ല. എന്നാലും വെള്ളത്തിലൊക്കെ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ കമ്പയർഡ് ടു അതർ ബീച്ച് നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ 2 സൈഡിലും പാറക്കെട്ടുകളാണ്. നമുക്ക് പാറക്കെട്ടിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഇതിൻ്റെ കിട്ടുന്നതാണ്. അപ്പം ടിക്കറ്റ് വെച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സസ് കുറവായതുകൊണ്ട് തന്നെ ആളുകളും കുറവാണ് ബാക്കിയുള്ളിടത്തെ അപേക്ഷിച്ചിട്ട്. അവിടെ കാണുന്ന ആ ബോട്ടുകളൊക്കെ മറ്റേ പാലാരം ബീച്ചിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പം വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള ബീച്ചാണ്. ആ ബോട്ടുകൾ വരുന്നതുണ്ടോ, ആ ബോട്ടുകളിൽ ആൾക്കാരെ ഇങ്ങനെ പലരും ബീച്ചിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ നോക്കിയിട്ട് അതാണെന്ന് തോന്നുന്നു നല്ലത്. കാരണം നമ്മൾ ബൈക്കിലും അല്ലെങ്കിൽ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പൊടിക്കകത്തൂടെ ഭയങ്കര പാടാണ് ഇവിടം വരെ എത്തിപ്പെടാനായിട്ട്. ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ബോട്ടിൽ ഇവിടം വരെ എത്താൻ പറ്റും. സോ അവർ ഇങ്ങനെ ബോട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത്. അപ്പം ഈ സൈഡിൽ കൂടെയുള്ള പാറയിൽ കൂടെ നമുക്ക് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. പാറയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഈ ഒരു ബട്ടർഫ്ലൈ ബീച്ച് കാണാൻ പറ്റും. നല്ലൊരു ഫുള്ള് വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീച്ചിൻ്റെ ആ ഒരു വൃത്തി മനസ്സിലാകും. വെള്ളമൊക്കെ കണ്ടോ. ബാക്കിയുള്ള ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും വെള്ളം കിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു വ്യൂ കിട്ടില്ല, കുറേ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ ഒരു ബീച്ചിൽ നല്ല ക്ലിയറാണ് വെള്ളമൊക്കെ. അതാണ് ആൾക്കാരൊക്കെ ഒത്തിരി ഇങ്ങോട്ട് വരുന്നത്. കാരണം അത് ഈ ഏരിയ എല്ലാം ആൾക്കാർ കുറവാണ്, വെള്ളം ക്ലീനാണ്. കുളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളമാണ് ഇവിടുത്തേത്. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പാലാരം ബീച്ചിലേക്കാണ്. പാലാരം ബീച്ചിൽ ചെന്ന് കുറച്ച് കയാക്കിംഗ് ഒക്കെ ചെയ്ത് അപ്പം അതോടുകൂടി സന്ധ്യയായി. സോ കുറച്ച് കയാക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്.